ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമുക്കും റാഹത്തായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഒരു സാധാരണ നോർമൽ ഡേയിൽ എടുത്ത വീഡിയോ ആണ്. എന്തായാലും എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇത് രാവിലെ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ സ്കൂൾ കഴിഞ്ഞപ്പോൾ സ്കൂൾ അങ്ങനെ 2 മണിക്കൂറേ ഉള്ളൂ. ക്ലോസ്ഡ് ആണ്, എന്നാലും അഡ്മിഷൻസൊക്കെ വരുന്നതുകൊണ്ട് 2 മണിക്കൂർ നമ്മളിവിടെ നിൽക്കണം. അപ്പോൾ മോർണിംഗ് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത്. മക്കൾസൊക്കെ അപ്പോൾ ഉറങ്ങി നീറ്റിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഞാൻ വരുമ്പോഴത്തേന്. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം വേഗം തന്നെ ചായ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ ഇന്ന് ചായക്ക് നമ്മൾ സോയാബീൻ മസാലയും പിന്നെ വീറ്റിൻ്റെ പുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഹെവി ആയിട്ടൊന്നും നമ്മളധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. കാരണം നമ്മൾ സ്കൂളിലാക്കിയപ്പോൾ രാവിലെ നമ്മളെന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കലാണ് പതിവ്. ഇപ്പോൾ സ്കൂൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഹെവി ആയിട്ട് ഇപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ മക്കൾസിനൊക്കെ ഞാൻ വിളിച്ചുണർത്തി. പിന്നെ അവരും ഞാനും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ വീറ്റ് പുട്ട് ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഈ ഒരു പുട്ടുപൊടിൻ്റെ ഒരു ഇതാണോ അറിയില്ല. ഇതിങ്ങനെ തന്നെ പുട്ടുപൊടിയായിട്ട് തന്നെ പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. നെല്ലറ അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ ആണ് തോന്നുന്നുണ്ട്. അപ്പം അതും ഈ കറിയും നല്ല കോമ്പോ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ തലേന്ന് കുറച്ചൊരു ചിയ പുഡിങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ യോഗട്ടിലേക്ക് കുറച്ച് ചിയ സീഡില്ലേ, അതിട്ടിട്ട് അതും ചായൻ്റെ കൂടെ ഒന്ന് കുടിക്കുകയാണ്. പൊതുവേ ചായ കുടിക്കാറില്ല. നമ്മൾ പുട്ടൊക്കെ ആയപ്പോൾ ഒരു ചായ കുടിക്കാനൊരു മോഹം, അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് സമയം റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് പുറത്ത്. ഗ്യാസിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഒരുപാട് സമയം ഇരിക്കാനില്ല. പിന്നെ അവരിതാ കാറ്റിനായിട്ട് കളിക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് ഭയങ്കരമാണ് ഈ കാറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ വീട്ടിൽ വളർത്താൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ഒന്ന് വാങ്ങിയതാണ്. അവരങ്ങനെ അതിനായിട്ട് കളിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് 3 കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. നല്ല ക്യൂട്ടുണ്ട് കാണാൻ. പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്തത്. അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ലഞ്ചിൻ്റെ പരിപാടി ഉണ്ട്. അങ്ങനെ പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കാനുണ്ട്. പിന്നെ കുറേ സമയം ഇങ്ങനെ ഇപ്പോൾ ചൂട് കൂടുതലായിട്ട് ഇങ്ങനെ അവിടെ കിച്ചണിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചായിട്ടാണ് എടുക്കാറ്. അങ്ങനെ എന്നെ ഫോൾഡ് ചെയ്യാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ക്രോഷ്യ വർക്ക് ചെയ്യുന്നുണ്ട്. മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ലാസ്റ്റ് യാണൊക്കെ കഴിഞ്ഞ് ഇനി പുതിയത് വാങ്ങണം. ഇതുവരെ പോയിട്ടില്ല വാങ്ങാൻ വേണ്ടിയിട്ട്. പുറത്തേക്കൊക്കെ ഇപ്പോൾ പോവൽ കുറവാണ്. നമ്മൾ നല്ല ചൂടും പിന്നെ രാത്രി അങ്ങനെ പോകാൻ ടൈമും കിട്ടാറില്ല. അപ്പോൾ ഇത് ലാസ്റ്റത്തെ യാൺ വെച്ചിട്ട് ഞാനൊരിത് ചെയ്ത് പകുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഫുള്ളാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിതിനിരുന്നപ്പോൾ അവരുടേതായ ഓരോ കളറിങ്ങും ഡ്രോയിങ്ങിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്.
അപ്പം ഞാനെൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാനിതൊരു ബേബി സോക്സാണ് ഇതിനോണ്ട് ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. 2 കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എന്താണ്, നമ്മൾ ബേബി ന്യൂ ബോണ്ട് സൈസിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ആദ്യം ഇതുണ്ടാക്കിയിട്ട് പിന്നെ സൈസ് കൂട്ടി അങ്ങനെ ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലിങ്ങനെ ക്രോഷ്യ വർക്കായിട്ട് മെയിൻ എനിക്ക് ഭയങ്കര താല്പര്യം. ഞാൻ കുറേ മുന്നേ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ക്രോഷ്യേനോണ്ട്. അപ്പോൾ എന്താ അവരുടെ കളറും കാര്യങ്ങളൊക്കെ ബെഡിലേക്ക് വലിച്ചിട്ടുണ്ട്. ഇതാണ് ചെയ്യാനൊരുങ്ങിയാൽ പിന്നെ എല്ലാതും ഫുൾ ബെഡിൽ വാരി വലിച്ചിടും. പിന്നെ അവരെന്നെ എടുത്ത് വെക്കും കേട്ടോ. ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ലഞ്ച് ഉണ്ടാക്കാൻ പോകണ്ട. പിന്നെ ഇതുമേൽ ഇരുന്നുകൊണ്ട് ഇത് ഫിനിഷാക്കാതെ പോകാനും തോന്നണില്ല. അങ്ങനെയാണല്ലോ നമ്മൾ പിന്നെ അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഇത് വിട്ടു പോകും. അപ്പം ഞാനും ഇത് ഫുള്ളാക്കിയിട്ട് തന്നെ പോകാമെന്നുള്ള ഇതിലാണ് നിൽക്കണത്. അങ്ങനെ ഏതായാലും ഒരു 1/4 ഭാഗമൊക്കെ ഫിനിഷായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽഭാഗം കൂടിയും റെഡിയാണ്. അവിടേക്ക് ഞാൻ കളർ ചേഞ്ച് ചെയ്യാണ്. ഷോക്സിൻ്റെ മേൽഭാഗത്ത് കാലിൻ്റെ പോർഷനിൽ ആങ്കിളിൻ്റെ അവിടത്തേക്ക് വേറെ കളറ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ കളറ് മാറ്റിയിട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ മേൽഭാഗത്ത് വേറൊരു സ്റ്റിച്ചാണ് വരുന്നത്. അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാണ്. പിന്നെ ഞാൻ അത് ഫുള്ളാക്കി ഒരു പെയർ ഫുള്ളാക്കി കേട്ടോ. ഞാൻ അടുത്തതിന് പിന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. എന്തായാലും അസർ ആ ഒരു ടൈമിങ്ങിലാണ് വരിക ഫുഡ് കഴിക്കാൻ. അപ്പോഴത്തേനായാൽ മതി ലഞ്ച്, തിരക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ വേഗം ലഞ്ച് ചോറ് അടുപ്പത്തിട്ടിട്ട് പിന്നെ ബാക്കി ഭാഗം കൂടി ഫില്ലാക്കാൻ വേണ്ടി വന്നു. എനിക്കാണെങ്കിൽ ഇത് ഫുള്ളാക്കാഞ്ഞിട്ട് ഒരു ഇതില്ല. അപ്പം അത് ഫുള്ളാക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫൈനലി അത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് ഷോക്സാണ് കേട്ടോ. ന്യൂ ബോൺ സൈസാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു പെയർ റെഡിയായി. ഇനി അടുത്ത ഇതുകൂടി ഉണ്ടാക്കണം. സോക്സ് ആയതുകൊണ്ട് ഒന്ന് മാത്രം പോരല്ലോ, 2 ഉണ്ടാക്കണ്ടേ. ഇനി അതിൻ്റെ കട്ടിങ്ങൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി എല്ലാവരും 3 ആളും കൂടി. അങ്ങനെ ഒരു പാക്കറ്റ് ജ്യൂസ് ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അത് കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്കാണ് പോവാണ്. കിച്ചണിലാണെങ്കിൽ നല്ല ചൂടാണ്. ഞാൻ കുറച്ച് ചെയ്യും, പിന്നെ റൂമിലേക്ക് വരും. അങ്ങനെ കേട്ടോ. അപ്പം ലഞ്ചിന് ഫുള്ള് വെജിറ്റബിൾസ് ആക്കാമെന്ന് കരുതി. ചിരങ്ങയും ബീട്രൂട്ടും പിന്നെ കയ്പയും കൂടി ഉണ്ട്. അത് 3 എടുത്തിട്ടുള്ളത്.
ഇത് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കല്ലുപ്പാണ് കേട്ടോ ഇവിടെ ഞാൻ വാങ്ങലിങ്ങനെ കുറച്ച് തോനെ വാങ്ങി വയ്ക്കലാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുക ചെയ്യാം. എന്നിട്ട് പിന്നെ കഴിയുമ്പോൾ പിന്നെ എടുത്തിട്ട് പിന്നെ പൊടിക്കും. ഞാൻ പൊതുവെ പറഞ്ഞേക്കാം പൊടിപ്പിനാട്ടി നല്ലത് കല്ലുപ്പാണെന്ന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കല്ലുപ്പ് വാങ്ങാമെന്ന് കരുതി. കല്ലുപ്പൊക്കെ അങ്ങനെ ആവശ്യത്തിന് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യട്ടെ. ഇത് ചിരങ്ങ ഞാൻ മറ്റേ ഒരു താളിപ്പ് പോലെ അങ്ങനെ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബീട്രൂട്ടാണെങ്കിൽ ഉപ്പേരി വെക്കാനും നമ്മുടെ കയ്പ്പ ഫ്രൈ ആക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടില്ലേ, അങ്ങനെ ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വേഗം ഒന്ന് റെഡി ആക്കണം. ഞാനിങ്ങനെ കയ്പ്പ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സീഡ് കളയാമെന്നാണ് വിചാരിച്ചത്. ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നി. ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഇത് ക്ലീൻ ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ ഇനി ഓരോന്നെടുത്ത് ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ അവിടെ കുറച്ച് സമയം പോയിട്ടോ. അങ്ങനെ ഇതാ കയ്പ്പൊക്കെ ഫുള്ള് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അത് ഒന്ന് മസാല തേച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. അതിലേക്ക് ആ ഒരു ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. കയ്പ്പ് പിന്നെ എന്തായാലും കയ്പ്പുണ്ടാവും, അത് വേറെ കാര്യം. സാധാ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയില്ല മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കുറച്ച് വിനെഗറും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഇട്ട ചിയ സീഡിൻ്റെ വെള്ളമായിരുന്നു, അത് അതിൻ്റെ ഇടയിൽ കുടിക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ ബീട്രൂട്ട് ഈ ഒരു ചോപ്പറുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിയലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയട്ടോ. ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളറുണ്ടോ, ഒരു വൈറ്റ് അതിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ തേങ്ങ ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്ത പോലെ തോന്നും, പക്ഷെ അതല്ല, അതിൻ്റെ കളർ അങ്ങനെ എന്തോ ആണ് വന്നത്. ഇനിയിപ്പോൾ ബീട്രൂട്ട് മൂത്തതായിട്ടാണോ എന്താ അറിയില്ല. അങ്ങനെ അതൊക്കെ സെറ്റായി. ഇനി അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വേഗം തന്നെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പം സാധാ വൈറ്റ് റൈസാണ് ഉപയോഗിച്ചത്. ഞാനിതെല്ലാം ഉപയോഗിക്കാറ്. മട്ടയാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കൽ. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പം മട്ട കഴിഞ്ഞപ്പോൾ ഈ റൈസാണ് എനിക്ക് കിട്ടിയത്. തൽക്കാലം അത് കഴിഞ്ഞ വരെ അത് തന്നെ കുക്ക് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ബീട്രൂട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ചിരങ്ങ താളിപ്പും അവിടെ റെഡി ആവുന്നുണ്ട്. അത് രണ്ടും റെഡിയായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് നമ്മുടെ കയ്പ്പയാണ്. കയ്പ്പ ഒരു 2 ബാച്ച് ഫ്രൈ ചെയ്തപ്പോഴത്തേനും ചൂട് നമ്മളെ തളർത്തി. അതുകൊണ്ട് നമ്മൾ വേഗം പോയിട്ട് ലബൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇവിടുത്തെ ചൂടിനൊക്കെ പിടിച്ച് നിർത്താനായിരിക്കും ഈ ലബനൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു ഗ്ലാസ് ലബനൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയതാ വീണ്ടും നമ്മുടെ കയ്പ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേറൊരു രീതിയിൽ ചെയ്യാം. നമ്മുടെ യോഗട്ടും 3 സ്പൂൺ യോഗട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് എടുത്തത്. കട്ടത്തൈരില്ലേ, അതാണ് സംഭവം. അതെടുത്ത് അതിലേക്ക് പിന്നെ
3 സ്പൂൺ കട്ട തൈരാണ് എടുത്തത്. അതിലേക്ക് പിന്നെ ഞാൻ നമ്മുടെ ലബനും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. തൈര് മാത്രമാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ കുറച്ചൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കണം കേട്ടോ. അതിൽ ആ കട്ടൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കൈപ്പക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. കയ്പ്പ കഴിക്കാത്തവരെ കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. ഇവിടെ ആവശ്യം അറിയൊന്നും കയ്പ്പ കഴിക്കില്ല, അപ്പോൾ ഞാൻ അവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും. ഫ്രൈ ചെയ്താൽ പിന്നെയും കഴിക്കും കേട്ടോ. ഉപ്പേരി കറി അങ്ങനെ വെച്ചാലൊന്നും ആരും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയായി, നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മോള് തന്നെ അവൾ കഴിക്കണത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അവൾ കഴിക്കണ വീഡിയോ എടുക്കണം. പിന്നെ രാവിലത്തെ നമ്മുടെ സോയാബീൻ്റെ മസാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ സോക്സിൻ്റെ ഒരു പെയറും കൂടി ഉണ്ടായിരുന്നല്ലോ ഉണ്ടാക്കാൻ, അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ ഫിനിഷായി. പിന്നെ വൈകുന്നേരത്തേക്ക് ഇക്ക വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വരുമ്പോൾ പരിപ്പ് വടയും വടല്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ കാലമായി ബോണ്ടയും പരിപ്പ് വടയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ സമൂസ ഉണ്ടായിട്ടോ. സമൂസ പിന്നെ മോള് കിട്ടിയ പാടെ തന്നെ കഴിച്ച് അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് പിന്നെ രാത്രി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്ക വീണ്ടും ഷോപ്പിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പ് കഴിഞ്ഞൊരു 8 മണിയാകുമ്പോൾ പിന്നെ അവർക്ക് കളി ഉണ്ടെന്ന് പറഞ്ഞ് ക്രിക്കറ്റ് കളിക്കാൻ ഇങ്ങനെ പോകലുണ്ട്. ഇപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പം മോർണിംഗ് ആണ്, പകൽ ഡ്യൂട്ടി ആയതുകൊണ്ട് നൈറ്റ് കുറച്ച് സമയം ഉണ്ടായപ്പോൾ അവരിങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കൂടെ ഞങ്ങളുണ്ട് പറഞ്ഞ് ഞങ്ങളും പോയി. ഏതായാലും പാർക്കിൽ വെച്ചല്ലേ, അപ്പോൾ അവർക്ക് കളിക്കാമെന്ന് കരുതി ഞങ്ങളും പോയി. കുറച്ച് സമയം എടുത്തിട്ട് പിന്നെ നല്ല ചൂടുമാണ്. അങ്ങനെ പാർക്കിൽ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.